ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഗംഗയെ വിവരം അറിയുവാനായി രാജിയുടെ ഫോണിലേക്ക് വിളിക്കുന്ന ശ്രേയ വിവരങ്ങൾ പ്രതീക്ഷയോടെ ചോദിച്ചു. എന്തെങ്കിലും വിശേഷമുണ്ടോ രാജി എന്ന ശ്രേയയുടെ ചോദ്യം കേട്ട് രാജി പറഞ്ഞു, ഉണ്ട് ശ്രേയച്ചി, ഒരു വിശേഷമുണ്ട്. അത് കേട്ടതോടെ വളരെ പ്രതീക്ഷയോടെ രാജിയോട് ശ്രേയ എന്ത് വിശേഷമാണ് ഉള്ളത് എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ശ്രേയയുടെ ചോദ്യം കേട്ട് രാജി പറഞ്ഞത്, അതെ, ഗംഗേച്ചിക്ക് നല്ല മാറ്റമുണ്ട്. ഗംഗേച്ചി കണ്ണു തുറന്നു, ഇനി ഒന്നും പേടിക്കണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കേട്ട ഉടനെ തന്നെ ശ്രേയ ചോദിച്ചു, അല്ല, ഇത്ര വേഗം ഭേദമായോ? അന്ന് ഡോക്ടർ പറഞ്ഞത് എന്തൊക്കെയോ ബ്രെയിനിന് എന്തോ ഡാമേജ് ഉണ്ടെന്നും അതുകൊണ്ട് ഓർമ്മക്കുറവ് പോലും സംഭവിച്ചേക്കുമെന്നൊക്കെ ആയിരുന്നില്ലേ? അതാ ഞാൻ ചോദിച്ചത് എന്ന് ശ്രേയ പറഞ്ഞതും രാജി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയായിരുന്നു ശ്രേയച്ചി. പക്ഷേ എന്താണെങ്കിലും ഗംഗേച്ചിക്ക് ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇപ്പോ ഒരു കുഴപ്പവുമില്ല. ഭാഗ്യം കൊണ്ട് ഗംഗേച്ചിയെയും ശ്രീമഹേശ്വരൻ തന്നെയാ കാത്തത്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഗംഗേച്ചി ഇപ്പോഴും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത്. എന്തായാലും വലിയ സന്തോഷമായിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊന്നും സംഭവിച്ചതിനാൽ മഹിയേട്ടനും മാളുവും ശ്രീമഹേശ്വരനോട് നന്ദി പറയാനായി ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ്. മാളൂട്ടി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് ആ പ്രസാദവുമായി വന്നിരുന്നു. ആ പ്രസാദം ഗംഗേച്ചിയെ തൊട്ടുകൊടുത്തപ്പോഴാണ് ഗംഗേച്ചി പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയെത്തിയത് എന്ന് രാജി ശ്രേയയെ അറിയിച്ചു. അത് ശരി തന്നെയാണ്. ഗംഗ അത്ര വലിയ ഭക്തിയല്ലേ? അപ്പോ ഒരു കാരണവശാലും ഗംഗയെ കൈവിടാൻ ഭഗവാന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ എപ്പോഴുമുള്ള കരുതലും കരുണയും ഗംഗയ്ക്കുണ്ടാകും. എന്തായാലും ഗംഗ രക്ഷപ്പെട്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞ് ശ്രേയ എന്ന ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞ് രാജിയുടെ കോള് കട്ട് ചെയ്തു. അതിനുശേഷം ഗംഗ ആകെ നിരാശയോടെ എങ്ങനെയൊക്കെ ഇവളെ കൊല്ലാൻ ശ്രമിച്ചാലും ഇവൾ മരിക്കുന്നില്ലല്ലോ എന്ന വിഷമത്തോടെ ശ്രേയ പറഞ്ഞു, എത്രയും വേഗം തന്നെ അവളുടെ ജീവൻ എടുത്തേ തീരൂ. അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ഇപ്പോഴും ഇതുതന്നെയാണല്ലോ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് നിരാശയോടെ ശ്രേയ അകത്തേക്ക് പോവുകയും വിവരങ്ങൾ ദേവയാനിയും ഹൈമവതിയെയും അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ദേവയാനിയും ഹൈമവതിയും നിരാശയോടെ രാഹുലിനോട് പറഞ്ഞു, ഇത്തവണയെങ്കിലും നമ്മുടെ പ്രതീക്ഷ തെറ്റില്ല എന്നാണ് കരുതിയത്. ഇതോടെ അവൾ അവസാനിച്ചു എന്നാണ് കരുതിയത് എന്ന് പറയുമ്പോൾ രാഹുൽ പറഞ്ഞു, അതെ, ആ രീതിയിലുള്ള അറ്റാക്കാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവൾക്ക് വീണ്ടും ഇങ്ങനെ ആയുസ് നീട്ടിക്കൊടുക്കുകയല്ലേ ദൈവം എന്ന് രാഹുൽ പറഞ്ഞത്. ദേവയാനിയും ഹൈമവതിയും നിരാശയോടെ നിന്നപ്പോ ശ്രേയ പറഞ്ഞു, അതെ, ഒരു പക്ഷേ അവൾ ഏതു നേരവും ശ്രീമഹേശ്വര എന്ന് വിളിച്ചല്ലേ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം അവൾക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തതായിരിക്കും. ഓരോ തവണയും ദൈവം തന്നെ അവളെ രക്ഷിക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോ ശ്രേയ പറഞ്ഞു, അതെ, ദൈവം ഇങ്ങനെ അവളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും അവൾ ഇങ്ങനെയെല്ലാം ഓരോ ആപത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. അല്ലെങ്കിൽ അന്ന് ആ ഫ്രീസറിൽ അകപ്പെട്ടിട്ട് പോലും അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയില്ലേ? അതെല്ലാം ദൈവത്തിന്റെ കരുതൽ കൊണ്ട് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവം തന്നെ അവളെ അങ്ങ് ഇല്ലാതാക്കട്ടെ. അത് കേട്ട ഹൈമവതിയും ദേവയാനിയും, നീ എന്താ ശ്രേയ പറയുന്നത്? ശ്രീമഹേശ്വരൻ തന്നെ അവളെ ഇല്ലാതാക്കാനോ? അത് കേട്ട ശ്രേയ പറഞ്ഞു, അതെ ആന്റി, ശ്രീമഹേശ്വരനോടുള്ള അവളുടെ ഭക്തി കാരണമാണല്ലോ അവളെ ഇങ്ങനെയെല്ലാം ഒരാപത്തിലും പെടുത്താതെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ഭക്തി തന്നെ ഞാനും ശ്രീമഹേശ്വരന്റെ മുന്നിൽ കാട്ടിക്കും. അതുപോലെ തന്നെ ഞാനും ശ്രീമഹേശ്വരന്റെ ഭക്തിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവൾക്ക് എന്നെ തരണം ചെയ്യാൻ കഴിയുക? അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ശ്രീമഹേശ്വരൻ എനിക്കും സാധിച്ചു തരുമല്ലോ. അതുപോലെ അവളുടെ ജീവൻ എടുക്കാനായി ശ്രീമഹേശ്വരൻ എനിക്കും ഒപ്പം നിൽക്കും. ഞാൻ ശ്രീമഹേശ്വരന്റെ ഭക്തിയായി മാറുമ്പോൾ അതാണ് ഇനി എന്റെ നീക്കം. ഇനി ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ എന്ന് ശ്രേയ രാഹുലിനോടും ദേവയാനിയോടും ഹൈമവതിയോടും അറിയിച്ചു. അത് കേട്ട രാഹുൽ പറഞ്ഞു, എന്തായാലും രണ്ടിനെയും ഒന്നിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ അവസാനം രണ്ടുപേർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ. ഓരോ തവണയും ഓരോ പരീക്ഷണങ്ങളിലൂടെ അവൾ രക്ഷപ്പെട്ടു പോരുകയാണല്ലോ എന്ന് നിരാശയോടെ അറിയിച്ചു. ഇനിയും അങ്ങനെ ഒരു രക്ഷപ്പെടൽ അവൾക്കുണ്ടാവുകയില്ല രാഹുൽ. ഇനിയുള്ളത് ഈ ശ്രേയയുടെ നീക്കമാണ്. ശ്രേയ നേരിട്ട് തന്നെ അവളെ തീർത്തു കളയും. ഇനിയും അവളെ ഇല്ലാതാക്കാനായി ഇനിയും കാത്തു നിൽക്കാനോ മറ്റാരുടെയെങ്കിലും സഹായം തേടാനോ ഞാനില്ല. അവൾ എങ്ങനെയാണോ രക്ഷപ്പെടുന്നത് ആ രീതിയിൽ തന്നെ ഞാൻ അവളെ ഇല്ലാതാക്കും, തീർച്ച എന്ന് പറഞ്ഞ് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ ചെയ്യുമെന്ന് ശ്രേയ ഏവരെയും അറിയിച്ചു. പിന്നീട് ഹോസ്പിറ്റലിൽ മയക്കത്തിലായിരുന്ന ഗംഗയ്ക്കരികിലേക്ക് ഗൗരി എത്തുന്നു. ഗംഗയ്ക്കരികിലെത്തി ഗംഗെ എന്ന ഗൗരി വിളിച്ചതും ആ വിളി കേട്ട് ഗംഗ കണ്ണു തുറന്നു നോക്കിയ ഗംഗ തന്റെ അരികിൽ നിൽക്കുന്ന ഗൗരിയുടെ ആത്മാവിനെ കാണുന്നു. ഗംഗ ആകെ സന്തോഷത്തോടെ ഗൗരിയെ അടിമുടി നോക്കിയിട്ട് ഗംഗ പറഞ്ഞു,
ഗംഗയുടെ നോട്ടം കണ്ടതോടെ ഗൗരി അതിശയത്തോടെ ഗംഗയെ നോക്കി. അപ്പോഴേക്കും ഗംഗ വീണ്ടും പറഞ്ഞു, ഗൗരീശി, എനിക്ക് ഗൗരീശയെ കാണാം, എനിക്കിപ്പം ഗൗരീശയെ കാണാൻ പറ്റുന്നുണ്ട്. അത് കേട്ട ഉടനെ ഗൗരി പറഞ്ഞു, ഗംഗെ, നിനക്ക് തോന്നുന്നതായിരിക്കും, ഈ വീഴ്ചയിൽ തലയ്ക്കുണ്ടായ ആഘാതത്തിൽ അങ്ങനെയൊക്കെ തോന്നുന്നതാവും എന്ന് പറഞ്ഞപ്പോ ഗംഗ പറഞ്ഞു, അല്ല ഗൗരീശി, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. ഇപ്പോ എനിക്ക് ഗൗരീശയുടെ ശബ്ദം മാത്രമല്ല, ഗൗരീശയെ കാണാനും കഴിയുന്നുണ്ട്. എന്റെ ശ്രീമഹേശ്വര, ഇതെന്തൊരു അത്ഭുതമാണ് എന്ന് ശ്രീമഹേശ്വരനോട് ഗംഗ പ്രാർത്ഥിക്കുമ്പോൾ ഗൗരി ചോദിച്ചു, സത്യമാണോ ഗംഗെ? ഗംഗയ്ക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ടോ? അത് കേട്ടും ഗംഗ പറഞ്ഞു, അതെ ഗൗരീശി, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. ഗൗരീശിയെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കേട്ട ആ നിമിഷം ഗംഗയോട് ഗൗരി അറിയിച്ചു, ചിലപ്പോൾ ഈ തലച്ചോറിലുണ്ടായ ആഘാതത്തിൽ അങ്ങനെ ഒരു സ്ഥിതി നിനക്ക് കൈവന്നതായിരിക്കും. തലച്ചോറിലുണ്ടായ ആ ഒരു പരിക്കിൽ അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചതാണ്. അതായിരിക്കാം ഇപ്പോൾ എന്നെ കാണാൻ കഴിയുന്നത് എന്ന് ഗൗരി ഗംഗയോട് അറിയിച്ചു. അത് കേട്ടതും ഗംഗ പറഞ്ഞു, അതേ ഗൗരീശി, എന്തായാലും എനിക്ക് ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് ഗൗരീശയെ കാണാമല്ലോ, ഇനി ഗൗരീശയെ കണ്ടുകൊണ്ട് എനിക്ക് സംസാരിക്കാമല്ലോ എന്ന് ഗംഗ ഗൗരിയോട് അറിയിച്ചു. ഇത് കേട്ടതും ഗൗരി പറഞ്ഞു, ഗംഗെ, എനിക്ക് ഈ ലോകത്ത് എൻ്റെ സങ്കടങ്ങൾ പറയാനും എൻ്റെ വിഷമങ്ങൾ കേൾക്കാനും നീ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിനക്കെന്നെ കാണാൻ കൂടി കഴിയുന്നെന്ന് പറയുമ്പോൾ എനിക്ക് അത് ഒത്തിരി സന്തോഷമാവുന്നു. എന്തായാലും ശ്രീമഹേശ്വരൻ എന്തോ ആഗ്രഹിക്കുന്നുണ്ട്, എന്തോ കരുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. എന്നെ നിനക്ക് കാണാൻ സാധിക്കുന്നതും എൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നതുമൊക്കെ ശ്രീമഹേശ്വരൻ്റെ എന്തോ ലീലയാണ്, അത് തീർച്ച. അതുകൊണ്ടാണല്ലോ നമ്മളെ തമ്മിൽ ഇതുപോലെ ചേർത്ത് നിർത്തുകയും രണ്ടുപേർക്കും പരസ്പരം കാണാനും സംസാരിക്കുവാനുമുള്ള ആ ഒരു അവസരം ഭഗവാൻ തന്നതും എന്ന് ഗൗരി ഗംഗയോട് അറിയിച്ചു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗംഗ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നു. ഡോക്ടർ പരിശോധനയ്ക്ക് എത്തിയതിനു ശേഷം അരികിൽ നിന്ന് മഹി ആകാംക്ഷയോട് ചോദിച്ചു, ഡോക്ടർ, ഇപ്പോൾ ഗംഗയ്ക്ക് എങ്ങനെയുണ്ട്? ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട മഹി. കാരണം ഇപ്പോൾ ഗംഗയ്ക്കുണ്ടായ ഈ ഒരു അവസ്ഥ അതോർത്ത് മഹി ഇനി വിഷമിക്കുകയും വേണ്ട. ഞാൻ സത്യത്തിൽ ഗംഗ ഇത്ര വേഗം ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയതല്ല. ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വേഗമാണ് ഗംഗ റിക്കവർ ആയത്. സത്യത്തിൽ ഇത് എൻ്റെ ലൈഫിലെ തന്നെ വലിയൊരു മിറാക്കിൾ തന്നെയായിരുന്നു. എന്തായാലും ഗംഗയ്ക്ക് ഇനി ഒരു പ്രശ്നവുമില്ല. ഗംഗ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി റെസ്റ്റ് തുടർന്നാൽ മാത്രം മതി എന്നും ഞാൻ തന്ന മെഡിസിൻസ് കഴിച്ചാലും മതി എന്ന് ഡോക്ടർ അറിയിച്ചു. ഇടയ്ക്ക് ചെക്കപ്പിന് മാത്രം ഇവിടെ എത്തണമെന്നും ഡോക്ടർ പറഞ്ഞു. എന്നാൽ ശരി ഗംഗ എന്ന് പറഞ്ഞ് ഡോക്ടർ സന്തോഷപൂർവ്വം ഗംഗയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. മഹി ഗംഗയുടെ അരികിലേക്ക് എത്തി. ഉടനെ തന്നെ തിരികെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞു. പിന്നീട് മഹി ഗംഗയും കൂട്ടി രാജിയോടൊപ്പം നേരെ കൈലാസത്തിലേക്ക് വന്നിറങ്ങി. ഗംഗയെ കൂട്ടിക്കൊണ്ട് രാജി അകത്തേക്ക് വന്നതും ഹൈമവതിയും ദേവയാനിയും ശ്രേയയും ഒക്കെ ഗംഗയോട് വിശേഷങ്ങൾ ചോദിക്കാനായി അരികിൽ നിന്നു. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ടെന്നും ഗംഗയ്ക്ക് സുഖമായോ എന്നും ഹൈമവതിച്ച് ദേവയാനി ചോദിച്ചത് കേട്ട് രാജി മറുപടി നൽകി. ഗംഗേച്ചിക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, കുറച്ച് ദിവസങ്ങൾ കൂടി റെസ്റ്റ് എടുക്കണമെന്നേ ഉള്ളൂ എന്നറിയിച്ചു. അപ്പോഴേക്കും ഹൈമവതി പറഞ്ഞു, ഇവിടെ കിച്ചണിലെ ജോലിയെല്ലാം ഓടി പിടിച്ച് ചെയ്തുകൊണ്ടിരുന്നതല്ലേ ഗംഗ. എന്തായാലും ഇനിയിപ്പോൾ ഗംഗയ്ക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി റെസ്റ്റ് എടുക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹി പറഞ്ഞു, അതെ, ആ സീമയെ ഇനിയും ജോലിക്ക് നിർത്തുന്നതാണ് നല്ലത്. അപ്പോഴേക്കും ദേവയാനിയും ഹൈമവതിയും കൂടി ഗംഗയുടെ ജോലിയെക്കുറിച്ച് പറഞ്ഞത് കേട്ട് മഹി പറഞ്ഞു, അതെ, ഇനി ഉടനെ ഒന്നും ഗംഗ എന്തായാലും ജോലിയൊന്നും ചെയ്യാൻ കയറണ്ട. ഗംഗയ്ക്ക് നല്ല റെസ്റ്റാണ് വേണ്ടത്. ഇനി സീമയോട് തന്നെ എല്ലാ ജോലികളും ചെയ്യാൻ പറയണം എന്ന് മഹി പറഞ്ഞത് കേട്ട് ദേവയാനി പറഞ്ഞു, അതെ, ഇനി സീമയോട് പറയാം വൈകിട്ടും ഇവിടെ നിൽക്കാനായിട്ട്. സത്യത്തിൽ ഗംഗ സഹായത്തിനുണ്ട് എന്ന് കരുതി സീമ ഒരു ജോലിയും ചെയ്യാതെ സുഖമായി നടക്കുകയായിരുന്നു. ഇനി മുതൽ സീമ തന്നെ ബാക്കി ജോലികളൊക്കെ ചെയ്യട്ടെ. അപ്പോഴാണ് രാഹുൽ പറഞ്ഞത്, അല്ല, ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ മഹിയേട്ടാ എന്ന് മഹിയോട് രാഹുൽ അന്വേഷിച്ചതും മഹി പറഞ്ഞു, അതിനെക്കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗംഗയോട് ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധമോ വെറുപ്പോ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അതിനേക്കാൾ ഉപരി ഗംഗയെ അന്ന് അപായപ്പെടുത്താനായി ഗംഗയുടെ പിന്നാലെ
ഒരു കാറ് ഇവരെ വാച്ച് ചെയ്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അത് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇവരുടെ കാറിനെ ഇവർ സഞ്ചരിച്ച കാറിനെ ഫോളോ ചെയ്ത് മറ്റൊരു കാറ് വരുന്നത് കൃത്യമായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വഴിയിലുണ്ടായിരുന്ന CCTV ക്യാമറകളിൽ അത് വ്യക്തമായി പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഉടനെ ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഒരു കാഴ്ച കണ്ടതുകൊണ്ട് തന്നെ ആ ആളുകൾ ആരായിരുന്നെന്ന് വേഗം തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിയുമെന്നാണ് തീരുമാനം. എത്രയും വേഗം തന്നെ അവരെ കണ്ടെത്തി അവർക്ക് ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും. ഇതൊരു കൊട്ടേഷൻ സംഘമാണെന്നാണ് പോലീസിന് നിഗമനമെന്നും രാഹുലിനോട് മഹി അറിയിച്ചു. അത് കേട്ട ആ നിമിഷം ഗംഗയെ അപായപ്പെടുത്താനായി ഇങ്ങനെ ആരായിരിക്കും? സത്യത്തിൽ ഗംഗയെ അപായപ്പെടുത്താൻ വേണ്ടി തന്നെയാണോ? ഗംഗയുടെ കൂടെ രാജിയും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഇനി രാജിയുടെ നേരെയാണോ ആരെങ്കിലും ആക്രമണവുമായി വന്നത് എന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ രാഹുലിന്റെ സംശയം കേട്ട ഉടനെ മഹി പറഞ്ഞു, എന്തായാലും ഗംഗയെ ഉന്നം വെച്ചാണോ അതോ രാജിയെ വെച്ചാണോ എന്ന് പറയാനാവില്ല. പക്ഷേ മുകളിൽ വന്ന് നിന്ന സമയത്ത് കൃത്യമായി ഗംഗയെ തന്നെയല്ലേ തട്ടി താഴേക്കിട്ട് അവർ പരിക്കേൽപ്പിച്ചത്. അപ്പോൾ ഇക്കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. എന്തായാലും ഇതിന് പിന്നിൽ ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടില്ല, അത് തീർച്ച എന്ന് മഹി പറഞ്ഞു. അപ്പോഴാണ് ഗംഗയെ നോക്കിയിട്ട് രാജി പറഞ്ഞത്, അതെ ഗംഗേച്ചി, ഇനി അകത്തേക്ക് വാ, കുറച്ചു നേരം കിടക്കാം, ഗംഗേച്ചി വിശ്രമിക്കട്ടെ. അപ്പോൾ അത് കേട്ടിരുന്ന മാളൂട്ടി പറഞ്ഞു, അച്ഛാ നമുക്ക് ഗംഗയെ റൂമിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഗംഗയെ മഹിയും മാളുവും രാജിയും കൂടി നേരെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയത്ത് ഹൈമവതി രാഹുലിനോട് പറഞ്ഞു, രാഹുൽ, നമ്മളുടെ നേരെയാണോ ഇപ്പോൾ പോലീസിന് അന്വേഷണം വരുന്നത്? CCTV ഫുട്ടേജുകളിൽ ആ കൊട്ടേഷൻ ടീമിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരുടനെ തന്നെ അവരെ പിടികൂടും. അങ്ങനെ വന്നാൽ അവന്മാർ നമ്മുടെ പേര് പറയില്ലേ? എന്തെങ്കിലും ഉടനെ ചെയ്യണം രാഹുൽ. അവരെ ഒരു കാരണവശാലും പിടികൂടാതിരിക്കാൻ ഈ നാട്ടിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും അവരെ പറഞ്ഞേക്കണം എന്ന് രാഹുലിനോട് ദേവയാനി ആവശ്യപ്പെട്ടു. അത് കേട്ടതും രാഹുൽ, എന്തായാലും ഞാൻ വേണ്ട ചെയ്യാം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ അവിടെ നിന്ന് പോയി. അപ്പോഴാണ് ഹൈമവതി ദേവയാനിയുടെ അരികിലേക്ക് എത്തി ആശങ്കയോട് ചോദിച്ചു, നാത്തൂനെ, ഇനി അന്വേഷണം നമ്മുടെ നേരെയാവുമോ? കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ പോലീസിന്റെ പിടിയിൽ അകപ്പെടുവോ എന്ന് ചോദിച്ചപ്പോൾ ഹൈമവതിയെ സമാധാനപ്പെടുത്താനായി ദേവയാനി പറഞ്ഞു, ഹൈമവതി ടെൻഷൻ ആകാതെ നാത്തൂനെ, എന്തായാലും ഞാനില്ലേ ഒപ്പം, ആർക്കും ഒരാപത്തും വരില്ല, നമ്മുടെ പിന്നാലെ ആരും വരാനും പോകുന്നില്ല എന്ന് ദേവയാനിയെ സമാധാനപ്പെടുത്തുന്നു. അതിനുശേഷം ഗംഗയെ റൂമിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ രാജി ഗംഗയോട് പറഞ്ഞു, ഗംഗേച്ചി കുറച്ചേരം വിശ്രമിക്ക്, ഞാൻ മെഡിസിനും ഫുഡും ഒക്കെ കൊണ്ടുവരാം, ഇപ്പോൾ ഗംഗേച്ചിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ ഗംഗ പറഞ്ഞു, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. അപ്പോഴേക്കും രാജി വേഗം ഗംഗയുടെ നിർബന്ധിക്കാൻ തുടങ്ങുമ്പോൾ ഗംഗ പറഞ്ഞു, എനിക്കൊന്ന് കിടന്നാൽ മതി. അപ്പോഴാണ് രാജി വേഗം ഗംഗയെ നോക്കിയിട്ട് പറഞ്ഞു, എന്നാൽ ശരി ഗംഗേച്ചി കിടന്നോ, ഞാനേ മാളൂട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് വരാം. മാളു ബാ, നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്ന് പറഞ്ഞ് രാജി മാളുവിനെ വിളിച്ചപ്പോൾ മാളു പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് ഗംഗയുടെ കൂടെ ഇരുന്നാൽ മതി. ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഗംഗയും കഴിക്കുമോ എന്ന് ചോദിച്ചപ്പം ശരി മോള് ഭക്ഷണം എടുത്തോണ്ട് വാ എന്ന് ഗംഗ സമ്മതിച്ചു. അപ്പോഴേക്കും എന്നാ വാ രാജേണ്ടി, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രാജിയെ വിളിച്ചുകൊണ്ട് ഗംഗയ്ക്കുള്ള ഭക്ഷണം എടുക്കാനായി മാളൂട്ടി കിച്ചണിലേക്ക് പോയി. ആ സമയത്ത് മഹി വേഗം ഗംഗയുടെ അരികിലേക്ക് വന്നിരുന്നു. ഗംഗയുടെ കയ്യിലേക്ക് മഹി കടന്നു പിടിച്ചു. ഗംഗയെ കയ്യിൽ പിടിച്ചിട്ട് മഹി ഗംഗയെ തന്നെ നോക്കി. എന്നിട്ട് ആ കയ്യിൽ ചേർത്ത് മഹി ഗംഗയോട് പറഞ്ഞു, സത്യത്തിൽ നീ തിരിച്ചിവിടേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്, എൻ്റെ ജീവൻ നേരെ വീണത്. നീ ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാനും പാതി ചത്ത അവസ്ഥയിലായിരുന്നു, ഞാനും മരിച്ച അവസ്ഥയിൽ തന്നെയായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ ജീവൻ തിരിച്ചു വന്നത്. അത് കേട്ട ഗംഗ മഹിയെ നോക്കുമ്പോൾ മഹി പറഞ്ഞു, ഞാൻ നിന്നെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു, നിന്നെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു, എനിക്കറിയാം. ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. നിന്റെ സ്നേഹവും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. എന്തായാലും ഇനി നിന്നെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല, നിന്നെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തുകയുമില്ല എന്ന് മഹി ഗംഗയോട് പറഞ്ഞു. എല്ലാത്തിനും ഞാൻ നിന്നെ വേദനിപ്പിച്ചതിനെല്ലാം എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം എന്ന് മഹി ഗംഗയോട് മാപ്പ് പറയുമ്പോൾ ഗംഗ മഹിയെ നോക്കി ചോദിച്ചു, മഹിയേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എന്തിനാ എന്നോട് ഇങ്ങനെ ക്ഷമ ചോദിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? എന്നോട് മഹിയേട്ടൻ ഒരിക്കലും ക്ഷമ ചോദിക്കരുത് എന്ന് ഗംഗ പറയുമ്പോൾ മഹി ഗംഗയുടെ കൈയെടുത്ത് ആ കയ്യിലൊന്ന് ചുംബിച്ചു. അതിനുശേഷം ഗംഗയുടെ അരികിലേക്ക് ചേർന്നിരുന്നു. മഹി ഗംഗയുടെ അരികിൽ ചെന്ന് തൻ്റെ തോളിലേക്ക് ഗംഗയെ ചേർത്ത് പിടിച്ച് മഹി പിന്നിൽ നിന്ന് ഗംഗയെ കെട്ടിപ്പിടിച്ച് തൻ്റെ ദേഹത്തേക്ക് ഗംഗയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഹി അങ്ങനെ ഗംഗയെ തൻ്റെ നെഞ്ചിലേക്ക് ചാടിക്കിടത്തി രണ്ടുപേരും അങ്ങനെ കെട്ടിപ്പിടിച്ചങ്ങനെ ഇരുന്നു.
ആ സമയത്ത് ഗംഗയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് മഹി ഗംഗയൊക്കെ ചേർത്ത് കെട്ടിപ്പിടിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ആ കാഴ്ച കണ്ട് മാളൂട്ടി റൂമിലേക്ക് വന്നത്. അകത്തേക്ക് വന്ന ഉടനെ മാളൂട്ടി പൊട്ടിച്ചിരിക്കുന്നത് കേട്ട് മഹി വേഗം കണ്ണു തുറന്നു നോക്കി. ഗംഗയും മഹിയും രണ്ടുപേരും മാളൂട്ടിയെ കണ്ടതും മഹി വേഗം എഴുന്നേറ്റ് ഗംഗയുടെ അടുത്തേക്ക് മാറി വന്നിരുന്നു. അത് കണ്ട ഉടനെ മാളൂട്ടി പറഞ്ഞു, അതെ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും പിണക്കമെല്ലാം മാറിയല്ലേ? എന്തായാലും എനിക്ക് സന്തോഷമായി. ഇന്നും അച്ഛനും അമ്മയും അച്ഛനും ഗംഗയും എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണം. അതാ എനിക്കിഷ്ടം. ഇനി ഒരിക്കലും നിങ്ങൾ പിണങ്ങരുത്. നിങ്ങൾ എന്നും സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. ഒരു കാരണവശാലും അച്ഛനും ഗംഗയും പിണങ്ങല്, അത് എനിക്കുള്ളൂ. ഇനി നിങ്ങൾ പിണങ്ങിയാൽ ഞാൻ നിങ്ങളോട് പിണങ്ങും എന്ന് മാളൂട്ടി പറഞ്ഞു. അത് കേട്ട ഉടനെ മഹി പറഞ്ഞു, ഇല്ല മോളെ, ഇനിയും അച്ഛനും ഗംഗയും ഒരിക്കലും പിണങ്ങില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഗംഗയെ നോക്കി മഹി ചിരിക്കുമ്പോൾ മാളൂട്ടി രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് മാളു രണ്ടുപേർക്കും ഉമ്മ കൊടുത്തു. രണ്ടുപേരും കൂടി മാളുവിനെ ചേർത്ത് നിർത്തി മാളുവിൻ്റെ ഇരു കവിളിലുമായി ഗംഗയും മഹിയും ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഗംഗയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാറ്റം വന്നതിൽ വളരെയേറെ സന്തോഷമറിയിച്ച് പൂജാമുറിയിലേക്ക് എത്തുകയാണ് മാളു. അവിടെ നിന്ന് പ്രാർത്ഥനയോടെ ഭഗവാനോട് പറഞ്ഞു, എൻ്റെ ഗംഗയെ എനിക്ക് തിരിച്ചു തന്നല്ലോ ഭഗവാനെ, അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എങ്കിലും എൻ്റെ അമ്മയ്ക്ക് പകരമായിട്ടാണ് എൻ്റെ ഗംഗ വന്നത്. എൻ്റെ ഗംഗയെ ഇനി എന്നിൽ നിന്ന് കൊണ്ടുപോകല്ലേ. എനിക്ക് എൻ്റെ ഗംഗയെ വേണം. ഗംഗയുടെ കൂടെ തന്നെ വേണം എനിക്ക് ജീവിക്കാൻ. എൻ്റെ അമ്മയാണ് ഗംഗ. എന്തായാലും ഇനിയും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഗംഗയ്ക്കും എൻ്റെ അച്ഛനും ഇനിയും ഒരു പിണക്കോ സങ്കടമോ ഒന്നും ഉണ്ടാക്കല്ലേ ശ്രീ മഹേശ്വര എന്ന് മാളു പ്രാർത്ഥിച്ചു. കണ്ണു തുറന്നു നോക്കിയ മാളു പൂജാമുറിയിലിരിക്കുന്ന ഒരു ലോക്കറ്റ് കണ്ടു. അത് കണ്ടതോടെ മാളുവിനാകെ അതിശയമായി. മാളു ആ ലോക്കറ്റ് കയ്യിലെടുത്ത് നോക്കിയിട്ട് ആലോചിച്ചു, അല്ല, ഈ ലോക്കറ്റല്ലേ കാണാതെ പോയെന്ന് പറഞ്ഞത്? ഇതാരായിരിക്കും ഇവിടെ കൊണ്ട് വെച്ചത്? ഇതാണോ ഇനി ഗംഗ എനിക്ക് വാങ്ങിച്ചു വെച്ചിരുന്ന ഗിഫ്റ്റ് എന്നെല്ലാം മാളു ആലോചിച്ചു. അതിനുശേഷം മാളു, ഇത് കാണാതെ പോയതല്ലേ? ഇത് മാളു എന്തായാലും ഗംഗയെ കൊണ്ടേ കാണിക്കാം. ഗംഗയെ അന്ന് വാങ്ങിച്ചത് കാണാതെ പോയതാണല്ലോ, ഇത് തന്നെയാണോ എന്ന് ഒന്ന് ചോദിക്കാം എന്ന് വിചാരിച്ച് മാളു വേഗം ഗംഗയുടെ അരികിലേക്ക് ഓടിയെത്തുന്നു. ഗംഗ ആ സമയത്ത് തുണിയെല്ലാം അടുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അരികിലെത്തിയ മാളു ചോദിച്ചു, ഗംഗയെ, ഇത് കണ്ടോ? ഇത് ഗംഗയെ അന്ന് എനിക്ക് വേണ്ടി വാങ്ങിച്ച ആ ലോക്കറ്റാണോ? കാണാതെ പോയ ആ ലോക്കറ്റാണോ ഇത് എന്ന് ചോദിച്ച് മാളു തൻ്റെ കയ്യിലിരുന്ന ലോക്കറ്റ് ഗംഗയുടെ നേരെ നീട്ടി. ഗംഗ ആ ലോക്കറ്റ് കണ്ടതും അതിശയത്തോടെ അതിലേക്ക് നോക്കുന്നു.